സംസ്ഥാനത്ത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പാചകവാതകത്തിലാണ്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങിയിട്ടില്ല എങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഹോട്ടലുകൾ ഭാഗികമായിട്ടെങ്കിലും പൂട്ടുവീണ അവസ്ഥയാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ നിശ്ചിത അളവിൽ മാത്രമാണ് ആഹാരം ലഭിക്കുന്നത്. രാജ്യത്തെ നിരവധി ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഇത് കാരണമായിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യത്തെ LPG സിലിണ്ടറുകളിൽ നിറക്കുന്ന വാതകത്തിന്റെ അളവ് കുറക്കാനുള്ള ശ്രമം നടക്കുകയാണ്. 12.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറാണ് നിലവിൽ വീടുകളിൽ ലഭിക്കുന്നത്. ഇത് 10 കിലോ ആയി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ പേർക്ക് സിലിണ്ടറുകൾ എത്തിക്കാൻ ആകും എന്നാണ് കണക്കുകൂട്ടൽ. സിലിണ്ടറുകൾ മാറ്റില്ല. നിലവിലെ സിലിണ്ടറിൽ 14,200 എന്നുള്ളത് 10 കിലോ ആക്കി ചുരുക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. തൂക്കം കുറയുന്നതിനനുസരിച്ച് വിലയും കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 1/3 തൂക്കമാണ് കുറയുന്നത്. എന്നാൽ വില ഇത്ര തന്നെ കുറയുമോ എന്ന് കണ്ടറിയണം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയിരുന്നു. 60 രൂപയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് കൂട്ടിയത് എങ്കിൽ മറ്റ് സിലിണ്ടറുകൾക്ക് 115 രൂപയാണ് കൂട്ടിയത്. എന്നാൽ വാണിജ്യ സിലിണ്ടർ ഇപ്പോൾ ലഭിക്കാത്ത അവസ്ഥയുമാണ്. ഇതിന് പിന്നാലെയാണ് പാചകവാതകത്തിന്റെ അളവ് കുറച്ച് വില കുറയ്ക്കാൻ ആലോചന നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇക്കണോമിക്സ് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. കമ്പനികളുടെ കണക്കനുസരിച്ച് ശരാശരി ഒരു കുടുംബത്തിന് 14.2 കിലോഗ്രാം സിലിണ്ടറിന് 35 മുതൽ 40 ദിവസം ഉപയോഗിക്കുന്നുണ്ട്. 10 കിലോഗ്രാം ആക്കിയാൽ ഏകദേശം 1 മാസത്തേക്ക് ഇത് ഉപയോഗിക്കാനാകും. അതേസമയം LPG ബുക്കിംഗ് ഇടവേള 25 നിന്നും 45 ദിവസമാക്കി നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അളവ് കുറക്കുന്നതിനോടൊപ്പം ഇടവേള കുറച്ചില്ല എങ്കിൽ 10 കിലോഗ്രാം സിലിണ്ടർ 45 ദിവസം വരെ ഉപയോഗിക്കേണ്ടിയും വരും. അളവ് കുറയ്ക്കാനുള്ള നിർദ്ദേശം സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചാൽ ബോട്ടിംഗ് പ്ലാനുകളിൽ തൂക്ക സംവിധാനം പുനഃക്രമീകരിക്കും. അളവ് കുറച്ചത് സംബന്ധിച്ച് പുതിയ സ്റ്റിക്കറുകൾ സിലിണ്ടറുകളിൽ പതിക്കുകയും ചെയ്യും. വില ആനുപാതികമായി കുറയുമെന്നും കമ്പനികൾ പറയുന്നു. LPG ലഭ്യത കുറയുന്നതിനാൽ അടുത്ത മാസ വിതരണം കൂടുതൽ വഷളാകുമെന്നും അത് പരിഹരിക്കാൻ ഇത്തരം മാർഗങ്ങൾ ആശ്രയിക്കുകയല്ലാതെ മറ്റ് വഴിയില്ല എന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിദിനം 93,500 ടൺ LPG ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇത് 80,400 ടൺ അഥവാ 86% വീടുകളിലും ബാക്കി 14% വാണിജ്യ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് 40% മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 60% ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ്. യുദ്ധത്തിന് മുമ്പ് ഗൾഫിൽ നിന്നും ഇതിന്റെ 90% കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഹോർമോസ് കടലിടുക്ക് അടച്ച് പ്രതിസന്ധിയായതോടെ ഈ ഒരു അവസ്ഥയിലേക്കെത്തി. ഇതിന് ശേഷം 3 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് ഇറാൻ കടത്തിവിട്ടിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ നമുക്ക് വീടുകളിൽ ലഭിക്കുന്ന 14,200 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് പകരം 10 കിലോഗ്രാം ഗ്യാസ് ഉള്ള സിലിണ്ടറുകളായിരിക്കും ലഭിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വില കുറയും എന്ന് പറയുന്നുണ്ട്. എങ്കിലും എത്രയാണ് കമ്പനികൾ കുറക്കുക എന്നറിയില്ല. മാത്രമല്ല ഓരോ സിലിണ്ടറിൽ നിന്നും 4.2 കിലോഗ്രാം ഗ്യാസ് കുറയുന്നതോടുകൂടി ഗ്യാസ് വേഗത്തിൽ തീരും. അപ്പോൾ വീണ്ടും സിലിണ്ടർ പെട്ടെന്ന് നിറയ്ക്കേണ്ടിയും വരും. ഈ ഒരു സാഹചര്യത്തിൽ ഡെലിവറി ചാർജ് അപ്പോഴും നൽകണം. ഓരോ സമയത്തും നമുക്ക് നിറക്കുന്ന അളവ് കൂടുകയാണ് എങ്കിൽ അതിനനുസരിച്ച് ഡെലിവറി ചാർജും നൽകേണ്ടി വരും. 5 കിലോമീറ്റർ ചുറ്റളവ് വരെ ഡെലിവറി ചാർജ് ഇല്ല എങ്കിലും മിക്കയിടങ്ങളിലും 50 മുതൽ 100 വരെ ഡെലിവറി ചാർജ് വാങ്ങുന്നുണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ ആരും വിതരണക്കാരോട് തർക്കിക്കാനും നിൽക്കുന്നില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഗ്യാസ് KYC ചെയ്യാത്ത ആളുകൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഭാരത് ഗ്യാസ് അറിയിച്ചിട്ടുണ്ട്. ഭാരത് ഗ്യാസ്, ഇന്ത്യൻ ഗ്യാസിനൊക്കെ ഇപ്പോൾ വാട്സപ്പ് ബുക്കിങ്ങും സൗകര്യവും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന ആളുകൾ മാർച്ച് 31 മുമ്പ് KYC നടപടി പൂർത്തീകരിച്ചില്ല എങ്കിൽ സബ്സിഡി നഷ്ടപ്പെടുന്നതാണ്. ഇതൊക്കെ ആധുനിക സൗകര്യങ്ങളൊക്കെ ജീവിത ചുറ്റുപാടുകൾ നോക്കി അയോഗ്യതകളാക്കി ഫീൽഡ് തലത്തിൽ വരുന്ന ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ അയോഗ്യതകളാക്കി കണക്കാക്കിയാൽ അവർക്ക് പെൻഷൻ